സുബേറിന്റെ പെങ്ങളെ കൊണ്ട് ഇല്ലാതാവുമ്പോഴേ അതിന്റെ വിലയും നഷ്ടമൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ. പോയാള് പോയി. നൂർജഹാൻ ഇനി സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് ജീവിക്കാൻ ശ്രമിക്കണം. അതിനാ അബൂബക്കർ സമ്മതിക്കില്ല എന്റെ രാഘവൻ സാറേ. ഇന്നിപ്പോ നമ്മളോട് കാണിച്ചത് കണ്ടില്ലേ? ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ടാവും. എല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നല്ലേ പറയുന്നത്. ഒരു വഴി ദൈവം കാണിച്ചു കൊടുത്തോളും. പൊന്നി, ഞാൻ ഇന്നെന്തായാലും കച്ചവടത്തിന് വരുന്നില്ല. നമുക്ക് പോകേണ്ട സ്ഥലമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? ആ ഗീതാ ബേക്കറിയിൽ ആദ്യം പോണം, സ്റ്റാൻഡിനകത്തുള്ളത്. അവിടുന്ന് ഇപ്പൊ 1-2 തവണ വിളിച്ചു. ആ വട്ടയപ്പം ഒരു 4-5 പാക്കറ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. 4-5 ഓർഡർ ഇന്ന് വേറെയും വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ പുതിയ കൂട്ട് ഏറ്റല്ലേ? അതല്ലെങ്കിൽ അങ്ങനെ സത്യമേ, പുതിയ പരീക്ഷണങ്ങൾക്ക് ആള് കൂടും. ആ പുതിയ പുതിയ പരീക്ഷണം നടത്തുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് സ്ഥലം ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. ആ നസീറിനെ കൂടെ കാണാത്തതുകൊണ്ടേ ഈ അബൂബക്കർ നമുക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിന് യാതൊരു സംശയമില്ല. വഴി കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാവും. എവിടം വരെ പോകുന്നു നോക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും വഴി കാണാം. പൊന്നി വാ. എന്നാ പിന്നെ രാഘവൻ സാറേ, ഞാൻ ആ അക്ഷയ സെന്റർ വരെ ഒന്ന് പോയിട്ട് വരാം. എന്തോടെ കോള്? അവിടെയുള്ള ആ ബഷീറെ സുബേറിന്റെ അടുത്ത ബന്ധുവാ. ചോദിച്ചാ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. പെട്ടെന്ന് വീടൊഴിയാന്നൊക്കെ പറഞ്ഞ ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ശരിയെന്നാ ആയിക്കോട്ടെ. ആ ശരി. ആദ്യം മാർക്കറ്റിൽ കയറി കുറച്ച് പച്ചക്കറി മേടിക്കാം, എന്നിട്ട് പലചരക്ക് കടയിൽ കയറാം. ശരി. എന്താ പറഞ്ഞേ? ഞാനൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണാണെന്നല്ലേ? അതല്ല 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 ഞാൻ ഉദ്ദേശിച്ച അതല്ല. അതെ, ഞാനെന്താ പറഞ്ഞെന്നറിയോ? എനിക്കാ പറഞ്ഞില്ലെന്നാ ഞാൻ പറഞ്ഞേ. അങ്ങനൊന്നും അല്ല, എന്നെ തന്നെയാ പറഞ്ഞത്. പിന്നെ പറഞ്ഞെന്താ? ജോലി കിട്ടും മുമ്പ് കെട്ടിപ്പോയതുകൊണ്ട് ഇപ്പൊ ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലെ? അതങ്ങനല്ല, അത് നേരെ തിരിച്ചാ. എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന്, കാരണം എനിക്ക് ജോലി ഉണ്ടല്ലോ. എന്റെ വിഷ്ണുവേട്ടാ, വീണെടുത്ത് കിടന്ന് ഉരുളാനേ വിഷ്ണുവേട്ടനെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. വിഷ്ണുവേട്ടാ, നമ്മളിത് എങ്ങോട്ടായി പോകുന്നേ? ഇതിപ്പോ കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ആ വളവില്ലേ, ആ വളവ് ഞാൻ മാർക്കറ്റാ. ആ കമലം വന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരമായി. ഒരു 250 മുതൽ നോക്കാലോ. ചേട്ടനൊരു 500 വരെ നോക്കുവന്നേ. പക്ഷെ 250 കൂടുതൽ ഞങ്ങൾ തരില്ല. എടാ ശാലിനി അല്ലേ ഇത്? ദേ ആ ചട്ടിയൊന്നും എടുത്തേ. ഇതോ? എല്ലാരും ഉണ്ടല്ലോ. വാ. അത് ശരി, നിങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നോടി? അമ്മ പുതിയ വാടക വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വെച്ചു. ഓ,
ഇന്ന് രണ്ടുപേരും ഉണ്ടല്ലോ. പിന്നല്ലാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ ഇതിനെ കൂടെ കൂട്ടിന് വിളിച്ചതാ. അമ്മ നോക്കിയമ്മേ, ഇത് കൊള്ളാവൂന്ന് നോക്കട്ടെ. നല്ല പശപശപ്പുള്ള മണ്ണാ, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുകയല്ല. കുഴപ്പമില്ല. അവനാ രോഹിത്തിനെ വെടിവെച്ചത്. മോനെ, അവിടെ വിഷ്ണു നോക്ക്, അവനാ കൊല്ലാൻ ശ്രമിച്ചത്. അവനാണ്. മോളെ ഞാൻ കണ്ടതാടി. മോളെ ഞാൻ കണ്ടതാ. രോഹിത്തിനെ കൊല്ലാൻ നോക്കിയത് ഞാൻ കണ്ടതാ. നിക്ക്.